അന്നൊരിക്കൽ ദ്രോണാചാര്യർ കുട്ടികൾക്കൊരു പരീക്ഷ വയ്ക്കാൻ തീരുമാനിച്ചു. വളരെ അകലെയായി ഒരു വൃക്ഷത്തിന്റെ ശിഖരത്തിൽ ഒരു പക്ഷിയുടെ രൂപം അയാൾ കെട്ടിവെച്ചു. ഇത് നിങ്ങളുടെ ഏകാഗ്രതയും ശ്രദ്ധയും പരീക്ഷിക്കുന്ന ഒരു അവസരമാണ്. എല്ലാവരുടെയും ഉത്തരങ്ങൾ ദ്രോണാചാര്യരിൽ അതിഭയാനകമായ ദേഷ്യം കയറ്റി. പക്ഷെ പെട്ടെന്നാണത് കണ്ടത്. ഒരാൾ കൂടി ബാക്കിയുണ്ട്. ദേഷ്യത്തോടുകൂടി ഗുരു അയാളുടെ അടുത്തേക്ക് തിരിഞ്ഞു. നീ എന്താ കാണുന്നേ? നിന്റെ സഹോദരന്മാരെയാണോ? അല്ല ഗുരുവേ. പിന്നെ ഈ കാടും മരവുമാണോ? അല്ല ഗുരുവേ. മരത്തിലിരിക്കുന്ന പക്ഷിയെയാണോ നീ കാണുന്നത്? അല്ല ഗുരുവേ. ദ്രോണാചാര്യരുടെ ദേഷ്യം കൗതുകമായി മാറി. പിന്നെ എന്താണ് മകനെ നീ കാണുന്നത്? ഞാൻ കാണുന്നത് ആ പക്ഷിയുടെ കണ്ണു മാത്രമാണ് ഗുരുജി. എന്റെ ലക്ഷ്യം മാത്രം. ബാക്കിയൊന്നും എന്റെ കണ്ണിൽ വരുന്നില്ല. പിന്നെ എന്തിനാണ് നീ കാത്തിരിക്കുന്നത്? അമ്പ് വിടൂ! അവിടെ ഉണ്ടായ എല്ലാവരെയും അത് ഞെട്ടിച്ചു. ദ്രോണാചാര്യർ അത് വിശ്വസിക്കാനാകാത്ത വിധം അമ്പരന്ന് നിന്നു. ആ കുട്ടിയുടെ അമ്പ് കൃത്യമായി ആ പക്ഷിയുടെ കണ്ണിൽ തന്നെ തുളച്ചു കയറിയിരിക്കുന്നു. നിന്റെ ശ്രദ്ധയും ഏകാഗ്രതയും ഒരു യോദ്ധാവിന്റെ ആദ്യ ലക്ഷണമാണ്. നീ ജനിച്ചത് യോദ്ധാവാകാൻ വേണ്ടി മാത്രമാണ്. ആ ദിവസം മുതൽ ദ്രോണാചാര്യരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ ആ കുട്ടിയായി മാറി. തന്റെ മകനേക്കാൾ കൂടുതൽ അയാൾ ആ യോദ്ധാവിനെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ഗുരുകുലത്തിൽ എത്തിയാൽ ആദ്യം വിളിക്കുന്ന പേര് ആ കുട്ടിയുടേതായി. അർജുന!